മുണ്ടക്കയം എരുമേലി ശബരിമല പാതയിലെ പ്രധാന ജംഗ്ഷനാണ് വരിക്കാനി. എരുമേലിയിൽ പോകാതെ പമ്പയിലെത്തുന്ന തീർത്ഥാടകർ അധികവും വരിക്കാനി കവലയിൽ നിന്ന് തിരിഞ്ഞ് കോഴത്തോട് വഴി നേരെ പമ്പയിലെത്തുവാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ വരിക്കാനി കവലയിൽ നിന്നും തിരിയുന്ന റോഡിന്റെ വശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദിശാ ബോർഡ് വാഹന അപകടങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഈ ബോർഡിൽ നേരിട്ട് പമ്പയെന്ന് എരുമേലി എന്നും സൂചന നൽകിയിട്ടുണ്ട്. തീർത്ഥാടന വാഹനങ്ങളുടെ ഡ്രൈവർമാർ ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് ഈ ബോർഡ് കാണുന്നത്. ഉടനെ വാഹനം പെട്ടെന്ന് നിർത്തുകയോ അല്ലെങ്കിൽ കോഴത്തോട് പാതയിലേക്ക് സിഗ്നൽ നൽകാതെ കടക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. ഉടൻ തന്നെ പുറകെ വരുന്ന വാഹനങ്ങളുമായോ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളുമായോ കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുകയാണ്. ഈ ബോർഡുകൾ എരുമേലി മുണ്ടക്കയം പാതയിൽ തന്നെ വരിക്കാനി കവലയ്ക്ക് തൊട്ടുമുന്നിലായി സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കുവാൻ കഴിയും. തീർത്ഥാടന കാലത്ത് 10-ലധികം വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ശബരിമല സീസൺ ആരംഭിച്ചിട്ട് ഇപ്പോൾ പല വാഹനങ്ങളും ഈ സൈൻ ബോർഡ് ഒന്ന് തെറ്റായ രീതിയിലാണ് നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ 50-100 മീറ്റർ മുൻപിൽ സ്ഥാപിക്കേണ്ട സൈൻ ബോർഡ് റോഡും കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വാഹനങ്ങളും വന്ന് നട്ടുറോഡിൽ നിർത്തിയിട്ടിട്ട് ഈ എങ്ങോട്ടാണ് ഡയറക്റ്റ് പമ്പ എങ്ങോട്ടാണ് എരുമേലി എങ്ങോട്ടാണെന്ന് ചോദിക്കുകയും പുറകെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്നാമത് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു തുള്ളി വെട്ടമെന്ന് പറയുന്ന കാര്യങ്ങളില്ല. ആകെ 2 സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടമാണ്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ചെന്ന് പറയും. എന്നാൽ ആ ലൈറ്റ് ഇവിടെ സ്ഥാപിക്കാൻ വന്നു കഴിഞ്ഞപ്പം ഇവിടെ വഴി അടച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതപ്പുറത്തോട്ട് മാറ്റി സ്ഥാപിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ മുൻ MLA സ്ഥാപിച്ച വഴിവിളക്ക് പ്രവർത്തനരഹിതമായിട്ടുള്ളൊരു വഴിവിളക്കുണ്ട്, അതുകൊണ്ട് അവിടെ സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും മറ്റെവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ സന്ധ്യ കഴിഞ്ഞാൽ കൂരാക്കൂർ ഇരുട്ടിൻ്റെ അവസ്ഥയാണ്. നല്ലൊരു മഴ മൂടിയാൽ പോലും ഇരുട്ടിലാകുന്ന ഒരു കവലയും എന്നാൽ ശബരിമലയിലെ തീർത്ഥാടകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പോയിൻ്റാണ്. എരുമേലിക്കും ഡയറക്റ്റ് പമ്പയ്ക്കും തിരിയുന്ന ഏക ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ഹൈമാക്സ് ലൈറ്റും നല്ല സൈൻ ബോർഡുകളും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ ജംഗ്ഷനിൽ ജനപ്രതിനിധികൾ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് മിഴിയടച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. സമീപത്തെ പമ്പിൽ നിന്നുള്ള വെളിച്ചം മാത്രമാണ് ഈ ജംഗ്ഷനിൽ വാഹനയാത്രക്കാർക്ക് ആകെയുള്ള ആശ്രയം. കഴിഞ്ഞയിടയ്ക്ക് ഈ ഭാഗത്ത് ജനപ്രതിനിധികൾ ലൈറ്റ് സ്ഥാപിക്കുവാൻ നോക്കിയെങ്കിലും ഇവിടെ മുൻപ് ലൈറ്റ് സ്ഥാപിച്ചു എന്ന കാരണത്താൽ മറ്റ് സ്ഥലത്തേക്ക് ആ ലൈറ്റ് മാറ്റി സ്ഥാപിക്കുകയായിരുന്നെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ലൈറ്റ് മെയിനായിട്ടൊരു സംഭവമാണ്. ലൈറ്റ് ഇപ്പോൾ അവിടെ പ്രവർത്തനരഹിതമായിട്ടിരിക്കുകയാണ്. ഇതിന് മുമ്പ് ഇവിടെ ലൈറ്റ് വന്നപ്പോഴത്തേന് ഇത് വേറെ എങ്ങാണ്ട് കൊണ്ടുപോയി സ്ഥാപിച്ചായിരുന്നു. ഇവിടെ ചെയ്യേണ്ട കാര്യം വരുന്നത് ഇത് ഇവിടെ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ആണെങ്കിലും ഈ അയ്യപ്പന്മാരുടെ വണ്ടി വരുന്നതിന് അവരെ പിന്നെ ശബരിമലയ്ക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനമില്ല. ബോർഡും കാര്യങ്ങളൊന്നുമില്ല. പോലീസുകാരാണെങ്കിലും ഇവിടെ ഇല്ല, ആരെയും നിർത്തിയിട്ടില്ല. ഇതോടെ ഇരുൾ വീണാൽ ഈ പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നതായും നാട്ടുകാർ പറയുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.